മമ്മൂക്കയുടെ ആക്ഷൻ ഞാൻ ഇതിന് മുന്നേ ഗ്രേറ്റ് ഫാദർ എന്നൊരു സിനിമയിൽ ഞാൻ അഭിനയിച്ചിരുന്നു. അതും ഹിറ്റ് സിനിമയായിരുന്നു. അതിൽ ജോക്കറായിട്ട് അഭിനയിച്ചപ്പോൾ ഞാൻ മമ്മൂക്കയുടെ ആക്ഷൻ സ്റ്റൈല് കണ്ടതാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് നമ്മളെ ത്രില്ലടിപ്പിച്ചിരുന്നു. പക്ഷേ മധുരരാജ അതിലും സ്ട്രോങ് ആണ്. മധുരരാജയിലെ ആക്ഷൻ ട്രിപ്പിൾ സ്ട്രോങ് തന്നെയാണ്. പുലിമുരുകനിലെ ആക്ഷൻ കൊറിയോഗ്രാഫിയേക്കാളും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നതാണ് മധുരരാജയിലെ ആക്ഷൻ. പക്ഷേ ഷൂട്ടിംഗ് സമയത്ത് ആക്ഷൻ സീന് ഞാൻ ഉണ്ടായിരുന്നില്ല. കോമഡി, കാരണം മമ്മൂക്കയുടെ ഇംഗ്ലീഷ് അതൊരു ഒന്നൊന്നര ഇംഗ്ലീഷാണ്. എനിക്ക് തോന്നുന്നു രാജാ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു പുസ്തകം പോലും ഇറങ്ങാൻ സാധ്യതയുണ്ട്. എൻ്റെ ഇംഗ്ലീഷിൻ്റെ എൻ്റെ ഒറിജിനൽ രൂപവും രാജയുടെ ഇംഗ്ലീഷും കുട്ടികൾക്കൊക്കെ ഏറെ കൗതുകം ഉണ്ടാക്കുന്നതാണ്. ഒരു തവണ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ മമ്മൂക്കയോട് പറഞ്ഞു, മമ്മൂക്ക ഇത് പുസ്തകം ഇറക്കണം, ഇത് ഭയങ്കരമായിട്ട് വിറ്റഴിക്കപ്പെടും ആണ്. അപ്പോൾ മമ്മൂക്ക തലയാട്ടി ചിരിച്ചു. അത് ചില വാക്കുകൾ മമ്മൂക്ക കണ്ടെത്തുന്നത് ലൊക്കേഷൻ നമുക്ക് തന്നെ സ്വയം ചിരിച്ചു പോകും. കാരണം മമ്മൂക്ക പറയുന്നു ഒറിജിനൽ ഇംഗ്ലീഷ് പറയാൻ ഇതില്ല, പ്രയാസമില്ല. പക്ഷേ ഇംഗ്ലീഷ് തെറ്റിച്ച് പറയാം. ഇംഗ്ലീഷ് അറിയുന്നവർക്ക്, എന്നെപ്പോലെ ഇംഗ്ലീഷ് അറിയാത്തവർക്ക് നമ്മൾ പറയുന്ന ഇംഗ്ലീഷൊക്കെ ഭയങ്കര ബഗിട്ടാണ്. പക്ഷേ ഇംഗ്ലീഷ് അറിയുന്നവർക്ക് ഇംഗ്ലീഷ് തെറ്റിച്ച് പറയാൻ ഭയങ്കര പാടാണ്. അതും അതിൽ എന്താ പറയുക, അതിലൊരു തമാശ ഉണ്ടായിരിക്കണം. അത് മമ്മൂക്കയുടെ അല്ലെങ്കിലും നമ്മൾ അറിയിച്ചാൽ എപ്പോഴും ഈ പ്രാദേശിക ഭാഷകൾ കൈകാര്യം ചെയ്യുന്നതിൽ പുപ്പുലിയാണ് മമ്മൂക്ക. കാരണം മമ്മൂക്ക ചെയ്ത ക്യാരക്ടേഴ്സൊക്കെ എടുത്തോ, രാജമാണിക്യം, കോട്ടയം കുഞ്ഞച്ചൻ തുടങ്ങി, കാസർഗോഡൻ ഭാഷ കൈകാര്യം ചെയ്ത പുത്തൻപണം തുടങ്ങി മമ്മൂക്ക ഈ പ്രാദേശിക ഭാഷ കൈകാര്യം ചെയ്തപ്പോഴൊക്കെ നമ്മളെ ചിരി ആളി പടർത്തിയിട്ടുണ്ട്. അപ്പോൾ പോക്കിരി രാജയിൽ നിന്നും മധുരരാജ എത്തുമ്പോഴേക്ക് രാജയുടെ ഇംഗ്ലീഷ് അടക്കം മമ്മൂക്കയുടെ ഇംഗ്ലീഷ് അടക്കം ട്രിപ്പിൾ സ്ട്രോങ് ആയി മാറി. അതാണ് എനിക്ക് തോന്നുന്നത് ഇത് എല്ലാം ട്രിപ്പിൾ സ്ട്രോങ് ആണ് എന്ന് പറയുന്നത്. അതൊരു ഭയങ്കര രസകരമായിട്ടുള്ള അനുഭവമാണ്. ചില സീനുകളൊക്കെ എടുക്കുമ്പോൾ ചിരിച്ചു പോകും. അതിലൊരു സീനൊക്കെ ഉണ്ട്, ഞങ്ങളുടെ സീൻ മനോഹര ദിസ് ഈസ് മൈ കസിൻ സിസ്റ്റർ എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മളതിനെ ചിരിച്ചു പോകും. അങ്ങനെയൊക്കെയുള്ള അതൊരു ഭയങ്കര രസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ രാജ്യമാണ്, മുതിർന്നവരുടെ രാജ്യമാണ്, എല്ലാവരുടെയും കുടുംബങ്ങളുടെ രാജ്യമാണ് ഈ സിനിമ. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മളെ ഒന്നും ആഘോഷമാക്കി മാറ്റിയിട്ടുള്ളത് തിയേറ്ററാണ്. നമ്മൾ വെക്കേഷൻ സമയത്ത് നമ്മളിങ്ങനെ കാത്തിരിക്കും സിനിമ വരാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ളൊരു കാത്തിരിപ്പാണ്. ഈ അടുത്ത കാലത്ത് നമ്മളെ കാത്തിരിപ്പുകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു കാത്തിരിപ്പാണ് മധുരരാജ. മധുരരാജ സിനിമ. പിന്നെ ഈ സിനിമ ഇത്രയും ബജറ്റിൽ നിർമ്മിച്ച നെൽസൺ IP എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ, നെൽസാട്ടൻ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറോടാണ് നമ്മളെല്ലാവരും കടപ്പെട്ടിരിക്കുന്നത്. ഇത്രയും മനോഹരമായൊരു സിനിമ നമുക്ക് തന്ന ഇതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ ചെന്ന് തന്നെ കാണണം. കാരണം തിയേറ്റർ അനുഭവം അത്രയും വളരെ നല്ലൊരു അനുഭവമാണ് മധുരരാജ. ഇതിൻ്റെ ആക്ഷൻ സീക്വൻസ് ആയാലും, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതിൻ്റെ എഡിറ്റിങ്, അതിൻ്റെ ക്യാമറ, ഷാജിയേട്ടൻ എന്ന് പറയുന്ന വൈശാഖേട്ടൻ്റെ എല്ലാ സിനിമകളും കൈകാര്യം ചെയ്തതാണ്. ഇപ്പം മറ്റേ ഷാജിയേട്ടൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ, എറണാകുളം ജില്ലയിലെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൃശ്യങ്ങളാണ് ഷാജിയേട്ടൻ ക്യാമറയിലൂടെ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സംഗീതം, ഗോപി സുന്ദറിൻ്റെ സംഗീതം, എഡിറ്ററായ മഹേഷ് നാരായണൻ, ജോസഫ് നെല്ലിക്കൽ, അങ്ങനെ തുടങ്ങിയ ഈ സിനിമയുടെ പിന്നിലും പിറകിലും ഒരു വലിയ കഠിനാധ്വാനം ഈ സിനിമയിലുണ്ടായിരുന്നു. അത് നമ്മളെ രസിപ്പിക്കുന്നു, ചിന്തിപ്പിക്കുന്നു. കാരണം ഇതിൻ്റെ സ്ക്രിപ്റ്റ്, ഉദയേട്ടൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന പോലെ കേവലം ചിരിപ്പിക്കുന്നു, നമ്മളെ ത്രില്ലടിപ്പിക്കുന്നു എന്നതിലപ്പുറം വലിയൊരു സാമൂഹ്യ വിഷയം ഈ സിനിമ കൈകാര്യം ചെയ്യുന്നുണ്ട്. കാരണം കുടുംബ പ്രേക്ഷകരുടെ രാജ്യമായി മാറാൻ കാരണം അതാണ്. അതുകൊണ്ടാണ് മധുരരാജ കുടുംബത്തിൻ്റെ മധുരമുള്ളതായി മാറുന്നത്. അപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഈ വിഷുക്കാലം, ഈ അവധിക്കാലം തിയേറ്ററിൽ ചെന്ന് കുട്ടികളോടും കുടുംബത്തോടും ഒപ്പം ആസ്വദിക്കുക, ആഘോഷിക്കുക. ഉറപ്പാണ് നിങ്ങൾക്ക് ഈ വെക്കേഷൻ കാലം ആഘോഷിക്കുവാനും ആസ്വദിക്കുവാനും നിങ്ങളുടെ മുന്നിൽ ഇതാ മധുരരാജ എത്തിയിരിക്കുകയാണ് ട്രിപ്പിൾ സ്ട്രോങ് ആയിട്ട്.